न गुरोरधिकं न गुरोरधिकं न गुरोरधिकं न गुरोरधिकम् Essence of spirituality and the Sadguru cannot be understood through mere thinking. To gain at least a basic understanding of them, one needs deep observation and meditation. And then, when you attune yourself with the Guru, with the Guru's being, न गुरोरधिकं तत्त्वं न गुरोरधिकं तपः तत्त्वज्ञानात् परं नास्ति तस्मै श्रीगुरवे नमः। न गुरोरधिकं न गुरोरधिकं न गुरोरधिकं न ജന്മജന്മാന്തര ബന്ധനങ്ങളെ അർക്കുന്ന ഗുരുവിൻ്റെ പാദത്തിൽ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ ശിഷ്യൻ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഗുരുപൗർണമി. ഗുരു ഒരേ സമയം പ്രേമത്തിൻ്റെ ചന്ദ്രനും ജ്ഞാനത്തിൻ്റെ സൂര്യനുമാണ്. ഒന്നുല പോലെ കുളിർമയും ആനന്ദവും പകർന്ന് ശിഷ്യരുടെ ദുഃഖങ്ങളെ അകറ്റുന്നുണ്ട് ഗുരു പ്രേമചന്ദ്രനാണ്. അജ്ഞാനത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും തിന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട് ഗുരു ജ്ഞാനസൂര്യനാണ്. ഗുരുപൂർണിമ എന്നത് യഥാർത്ഥത്തിൽ പാദപൂജയോ ചടങ്ങുകളോ അല്ല. സമർപ്പിതമായ ശിഷ്യൻ്റെ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നത്. ഗുരു എന്നും എപ്പോഴും പൂർണിമ തന്നെയാണ്. കാരണം ഗുരുവിൽ അജ്ഞാനത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അന്ധകാരമില്ല. ശിഷ്യ മനസ്സുകളിലെ അന്ധകാരത്തെ അകറ്റുന്ന എല്ലാവരിലും നന്മ ചൊരിയുന്ന ആത്മചന്ദ്രനാണ് ഗുരു. ശിഷ്യൻ്റെ മനസ്സിൽ അതനുസരിച്ചുള്ള ഭാവവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ പൂർണിമ അവന് അനുഭവപ്പെടുകയുള്ളൂ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോടുള്ള ശിഷ്യൻ്റെ കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. നേടിയവനെ കൊടുക്കാൻ കഴിയും, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയും, ശാന്തി അനുഭവിച്ചവനെ ശാന്തി പകരാൻ കഴിയും. ഒരുവൻ എത്ര വലിയ തപസ്യാണെങ്കിലും പണ്ഡിതനാണെങ്കിലും
പൂർണ്ണത കൈവരണമെങ്കിൽ പൂർണ്ണനായ ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. എല്ലാ ആഗ്രഹവും തീർന്നവരാണ് ഗുരുക്കന്മാർ. എങ്കിലും കാരുണ്യത്താൽ അവർ സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനായി സ്വയം സമർപ്പിക്കുന്നു. മുക്തനാവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ശിഷ്യഹൃദയവും അതിനോട് കാരുണ്യപൂർവ്വം പ്രതികരിക്കുന്ന ഒരു ഹൃദയവും ഒത്തുചേരും. നമ്മൾ പറയാറുണ്ടല്ലോ, അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല, ജീവിതം ഒരു നീർക്കുമ്പള പോലാണ്. ഏത് നിമിഷത്ത് പൊട്ടാം. അപ്പം ഈ നിമിഷത്തെ വേഗമാണ് നമ്മുടെ ചെറിയ മനസ്സ്. നമ്മൾ എന്തിനു വന്നു എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ആ ബോധത്തിൽ ജീവിക്കുവാനും ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം നേടുവാനും നമുക്ക് കഴിയട്ടെ. അറിവ് മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. Sa